സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിച്ചായിരുന്നു, ഒരുപക്ഷെ അവർക്ക് എന്നെപ്പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചായിരുന്നു. എനിക്ക് അത്ര കാര്യമായിട്ട് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് വീഡിയോ ക്ലിക്ക് ചെയ്യുക, ന്യൂ എടുക്കുക. നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ടിക്ക് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു വീഡിയോ കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വീഡിയോ എടുക്കുക. ഏത് വീഡിയോ ആണ് വേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഫിൽറ്റേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതിൽ ഏത് ഫിൽറ്ററാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടിക്ക് ചെയ്യുക. ഇനി നമുക്ക് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇവിടെ മ്യൂസിക് കൊടുക്കുക, എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ കൊടുക്കുക. എന്നിട്ട് ഏത് വീഡിയോയിൽ സോങ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ സെലക്ട് ചെയ്യാം. ഇനി മറ്റൊരു ഓപ്ഷൻ മ്യൂസിക് എടുക്കുക, അതിൽ മൈ മ്യൂസിക് എടുക്കുക. ഇതിനകത്ത് ഏത് പാട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫോണിൽ ഓൾറെഡി കിടക്കുന്ന സോങ്സിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വോയിസ് റെക്കോർഡ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് റെക്കോർഡ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്നൊക്കെ സംസാരിക്കാം. അതിലെന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അത് പോകും. വീണ്ടും ചെയ്യാം, എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഇനി അത് അഥവാ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിൽ ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ പ്രീ കട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എവിടെ വെച്ചാൽ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്പീഡ് ഇതിനകത്ത് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഇതിൽ കർവ് എടുത്താൽ നമുക്ക് സ്ലോമോ പോലെ ചെയ്യാം. നിങ്ങൾക്ക് എവിടെയാണ് സ്ലോ മോഷൻ വേണ്ടത് അവിടെ വെച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എവിടെയാണ് സ്ലോമോ വേണ്ടത് നോക്കുക, എന്നിട്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇൻഷോട്ടിൻ്റെ വാട്ടർമാർക്ക് കളയാനായിട്ട് സൈഡിലുള്ള ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫ്രീ റിമൂവ് കൊടുക്കുക. എന്നിട്ട് അവരുടെ പരസ്യം നമ്മൾ കാണാം കേട്ടോ. ഈ ഒരു പരസ്യം കണ്ടാൽ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ സൗണ്ട് എങ്ങനെ കുറയ്ക്കുന്നതെന്ന് നോക്കാം. ഇവിടെ വോളിയം ഉണ്ട്, കുറയ്ക്കുകയോ കൂട്ടുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ കൊടുക്കാം. പിന്നെ നമുക്കത് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പിൻ്റെ ഓപ്ഷൻ ക്രോപ്പ് ചെയ്യുക, ടിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട്, വീണ്ടും അഡ്വർടൈസ്മെൻറ്റ് വരും, അതിൽ സ്കിപ്പ് വീഡിയോ കൊടുക്കുക, എക്സ്പോർട്ട് കൊടുക്കുക കേട്ടോ. സേവ് ആയിക്കോളൂ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഗൈസ് ഇൻഷോട്ടിൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇൻഷോട്ട് മാത്രം പോരാ, നമുക്ക് നല്ലൊരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പിക്സാർട്ട് എന്നുള്ള ആപ്പ് വേണം. പിന്നെ നിങ്ങൾ ട്രാൻസിഷൻ വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്യാപ്കട്ട് എന്നുള്ള ആപ്പ് കൂടി വേണം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഇൻഷോട്ടിലെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ ആൻസർ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.